GLPS പയ്യനിടം സ്കൂൾ റേഡിയോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. ഏവർക്കും സ്കൂൾ റേഡിയോയിലെ കഥാമൃതത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് ഹാർദമായ സ്വാഗതം. കൂട്ടുകാരെല്ലാം നല്ല രീതിയിൽ കഥ ആസ്വദിക്കുകയും വായനയിൽ മുഴുകുകയും ചെയ്യുന്നുണ്ട് അല്ലേ? ഇന്നത്തെ കഥയുടെ പേര് ഹാപ്പി പ്രിൻസ്, സന്തോഷവാനായ രാജകുമാരൻ. കൂട്ടുകാർ തയ്യാറല്ലേ കഥ കേൾക്കാൻ? ഓക്കെ, ലെറ്റ് us begin. നമുക്ക് തുടങ്ങാം അല്ലേ? In the middle of the city, on a high column, there stood the statue of a happy prince. ആ നഗരത്തിൻ്റെ മധ്യത്തിൽ ഒരു ഉയർന്ന പീഠത്തിന്മേൽ സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമ നിലകൊണ്ടു. The climate was getting bad and bad. കാലാവസ്ഥ വളരെ മോശമായി വന്നു. A swallow bird was trying to fly to Egypt for escaping from the severe winter. ഒരു സ്വാളോ പക്ഷി ഈ ശക്തമായ മഞ്ഞുകാലത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈജിപ്തിലേക്ക് പറക്കുകയായിരുന്നു. And he took shelter under the happy prince. ഈ ഹാപ്പി പ്രിൻസിൻ്റെ പ്രതിമയ്ക്ക് കീഴിൽ അവൻ ഒരു ദിവസം അഭയം പ്രാപിച്ചു. He was sleeping. അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ a drop of water fell on his body. ഒരു തുള്ളി വെള്ളം അവൻ്റെ ശരീരത്തിലേക്ക് വീണു. He looked to the sky. It was very clear and clean. അവൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അത് വളരെ ക്ലീൻ ആയിരുന്നു, വളരെ നിർമ്മലമായ ആകാശമായിരുന്നു. There was no possibility of getting rain. മഴ പെയ്യുവാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. Suddenly came another drop of water. പെട്ടെന്ന് മറ്റൊരു ജലകണം കൂടി അവൻ്റെ മേത്തേക്ക് വീണു. He flew to the shoulder of the happy prince. അവൻ ആ സന്തോഷവാനായ രാജകുമാരൻ്റെ പ്രതിമയുടെ തോളിന്മേൽ വന്നിരുന്നു. And looked to the eyes of the prince. ആ പ്രിൻസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. The eyes were filled with tears. ആ പ്രതിമയുടെ 2 കണ്ണുകളും കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. He asked the prince, "Why are you crying?" എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നത്? പ്രതിമയോട് ഈ സ്വാളോ പക്ഷി ചോദിച്ചു. The prince said, "When I was a prince in the palace, I was so happy and everybody tried to make me happy." ഞാൻ കൊട്ടാരത്തിലായിരുന്നപ്പോൾ വളരെ സന്തോഷവാനായിരുന്നു. എല്ലാവരും എന്നെ സന്തോഷവാനാക്കാൻ സദാ ശ്രമിച്ചുകൊണ്ടുവരുന്നു. After my death, I became a statue here in the middle of the city. എൻ്റെ മരണത്തിന് ശേഷം ഒരു വലിയ പ്രതിമയായി ഞാൻ ഈ നഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിക്കപ്പെട്ടു. Looking from here, I can see the sorrows of the people. ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് കഷ്ടപ്പെടുന്ന ജനങ്ങളെയാണ്, ദുഃഖിതരായ ജനങ്ങളെയാണ്, കരയുന്ന ജനങ്ങളെയാണ്. I want to help them. എനിക്കവരെ സഹായിക്കണം. Swallow, you look at there. ഈ സ്വാളയോട് പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കൂ. You can see a boy. He is suffering from ill and his mother has no money. Please take one of the jewel from my body and give it to them. ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഈ പ്രതിമ പറഞ്ഞു, അങ്ങകലേതാ ഒരു കുട്ടി രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു. അവൻ്റെ അമ്മയുടെ കയ്യിൽ പണമില്ല. എൻ്റെ ശരീരത്തിൽ നിന്നും ഒരു രത്നം പറിച്ചെടുത്ത് നീ അവർക്ക് നൽകുക. The swallow took a red ruby from the hilt of the sword of the prince and gave to the child. രാജകുമാരൻ്റെ വാൾപ്പിടിയിന്മേലുള്ള ഒരു ചുവന്ന രത്നക്കല്ല് കൊത്തിയെടുത്തുകൊണ്ട് ആ സ്വാളോ പക്ഷി ആ കുട്ടിയുടെ അടുത്തേക്ക് പറക്കുകയും അവനത് നൽകുകയും ചെയ്തു. They became happy. The next day, the swallow told the prince, "I am going to Egypt because if I stay here, surely I will die." ഞാൻ ഈജിപ്തിലേക്ക് പോവുകയാണ്. എൻ്റെ കൂട്ടുകാരെല്ലാം പോയി കഴിഞ്ഞു. ഇനി ഞാനിവിടെ തുടർന്നാൽ ഈ തണുത്ത മഞ്ഞിൽ ഉറഞ്ഞ് ഞാൻ മരിച്ചു പോകും. The prince told to the swallow. ആ സ്വാളയോട് പതുക്കെ പ്രിൻസ് പറയുകയാണ്, "Will you please help me?" നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ? Please look at there. അങ്ങ് ദൂരേക്ക് നോക്കൂ. There is a young playwright. അവിടെ ഒരു യുവാവായ നാടകക്കാരനുണ്ട്. He is writing a play
അവരൊരു നാടകം എഴുതുകയാണ്. ആൻഡ് ഹി സഫറിങ് ഫ്രം സ്റ്റാർവേഷൻ. അവൻ പട്ടിണി കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ഹി ഹാസ് നോ ഫുഡ് ഫോർ സെവറൽ ഡേയ്സ്. കുറേ ദിവസങ്ങളായി അവന് ഭക്ഷണം കിട്ടുന്നേയില്ല. പ്ലീസ് ടേക്ക് വൺ ഓഫ് മൈ ഐസ് ആൻഡ് ഗീവ് ടു ഹിം. എൻ്റെ കണ്ണുകളിൽ വച്ചിരിക്കുന്ന രത്നങ്ങളിൽ ഒന്നെടുത്ത് അവന് നൽകുക. ദ സ്വാലോ ഒബൈഡ് ദ പ്രിൻസ്. പ്രിൻസ് പറഞ്ഞത് അതേപടി ആ പക്ഷി അനുസരിച്ചു. ആൻഡ് ഹി ഗേവ് എ സഫയർ ടു ദ പ്ലേ റൈറ്റ്. രാജകുമാരൻ്റെ കണ്ണുകളിൽ നിന്നുള്ള ഒരു ഇന്ദ്രനീല കല്ലെടുത്ത് ആ പ്ലേ റൈറ്റിന് നൽകി. ഹി ബിക്കെയിം സോ ഹാപ്പി. അദ്ദേഹത്തിന് സന്തോഷമായി. ദ നെക്സ്റ്റ് ഡേ ദ സ്വാളോ അഗെയിൻ ടോൾഡ് ദ പ്രിൻസ്, ടുഡേ ഷുവർലി ഐ വിൽ ഗോ ടു ഈജിപ്റ്റ്. ഇന്ന് ഞാൻ എന്തായാലും ഈജിപ്തിലേക്ക് പോവുക തന്നെ ചെയ്യും. ഹിയറിംഗ് ദിസ് ദ പ്രിൻസ് സെഡ്, വിൽ യു പ്ലീസ് ഫുൾഫിൽ മൈ ലാസ്റ്റ് ഫേവർ. ഇന്നുകൂടി നീ എന്നോടൊപ്പം നിൽക്കുക, എൻ്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരിക. The swallow agreed. The statue told, there is a matchbox selling girl. അവിടെ ഇതാ തീപ്പെട്ടി വിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഷീ സഫറിങ് ഫ്രം എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് അവൾ ബുദ്ധിമുട്ടുകയാണ്. യു ടേക്ക് മൈ നെക്സ്റ്റ് ഐ ആൻഡ് ഗീവ് ടു ഹർ. എൻ്റെ രണ്ടാമത്തെ കണ്ണിലെ രത്നമെടുത്ത് അവൾക്ക് നൽകുക. The swallow obeyed him and gave the sapphire to the matchbox selling girl. തീപ്പെട്ടി വിൽക്കുന്ന ആ പെൺകുട്ടിക്ക് രണ്ടാമത്തെ കണ്ണിലെ രത്നവും നൽകി. നൗ ദ സ്റ്റാച്ചു, ദ ഹാപ്പി പ്രിൻസ് ബിക്കെയിം ബ്ലൈൻഡ്. ഇപ്പോൾ ഈ രാജകുമാരൻ അന്ധനായി മാറി. ദ സ്വാലോ ഡിസൈഡഡ്. സ്വാലോ തീരുമാനിച്ചു, ഐ എം നോട്ട് ഗോയിങ് ടു എനി വയർ. ഞാൻ എവിടേക്കും പോകുന്നില്ല. ബിക്കോസ് ഐ വുഡ് ലൈക്ക് ടു ബി ദ ഐസ് ഓഫ് ദ പ്രിൻസ്. ഈ രാജകുമാരൻ്റെ കണ്ണുകളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The swallow flew everywhere in the city and told the miseries of the people to the happy prince. ആ നഗരത്തിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം പറന്ന് ആ സ്വാളോ പക്ഷി ജനങ്ങളുടെ ദുരിതങ്ങൾ രാജകുമാരനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദ പ്രിൻസ് ഓർഡേർഡ്. ആ രാജകുമാരൻ കൽപ്പിച്ചു, പ്ലീസ് ടേക്ക് all of the gold from my body and give to the people. എൻ്റെ ശരീരം പൊതിഞ്ഞിരിക്കുന്ന സ്വർണമെല്ലാം എടുത്ത് ആവശ്യക്കാർക്ക് നൽകുക എന്ന്. ദ സ്വാളോ അഗ്രീഡ് ആൻഡ് ഡിഡ് ദ സെയിം. ആ രാജകുമാരൻ പറഞ്ഞതുപോലെ തന്നെ സ്വാളോ പ്രവർത്തിച്ചു. നൗ ദ സ്റ്റാച്ചു ബിക്കെയിം വെരി അഗ്ലി ലുക്കിംഗ്. സ്വർണവും രത്നവുമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആ പ്രതിമ വിരൂപമായി മാറി. ദ വിൻ്റർ വാസ് ഗെറ്റിംഗ് ഡേഞ്ചറസ് ആൻഡ് ഡേഞ്ചറസ്. മഞ്ഞുകാലം കൂടുതൽ കൂടുതൽ ശക്തമായി വന്നു. ദ സ്വാളോ വാസ് നോട്ട് ഏബിൾ ടു ഫ്ലൈ. പറക്കാൻ പോലും കഴിയാതെ സ്വാളോ ദുരിതം അനുഭവിച്ചു. ടേക്കിംഗ് ഓൾ ഹിസ് സ്ട്രെങ്ത് ആൻഡ് ഫ്ലൂ ടു ദ ഷോൾഡർ ഓഫ് ദ പ്രിൻസ്. രാജകുമാരൻ്റെ അടുത്തേക്ക് സർവ്വശക്തിയും എടുത്ത് പറന്നു ചെന്ന് ഈ സ്വാളോ പറയുകയാണ്, ഡിയർ പ്രിൻസ്, ഐ എം ഗോയിങ്. ഞാൻ പോവുകയാണ്. ആൻഡ് ഹി കിസ്ഡ് ദ പ്രിൻസ് ആൻഡ് ഫെൽ ഡൗൺ ആൻഡ് ഡൈഡ്. ആ രാജകുമാരനെ ചുംബിച്ചുകൊണ്ട് ആ പക്ഷി താഴെ വീണ് മരിച്ചുപോയി. Suddenly, a big sound came from the heart of the statue. ആ സ്റ്റാച്ചുവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു വലിയ ശബ്ദം പുറപ്പെട്ടു. ഇറ്റ് ബ്രോക്ക് ഇൻ ടു പീസസ്. തന്നെ സഹായിച്ച ഈ സ്വാളോ പക്ഷിയുടെ ദുരന്തം കണ്ട് രാജകുമാരൻ്റെ ഹൃദയം പൊട്ടി നുറുങ്ങിപ്പോയി. ദ നെക്സ്റ്റ് ഡേ ദ മേയർ കെയിം ദെയർ. ആ നഗരത്തിൻ്റെ പിതാവ് പിറ്റേ ദിവസം അവിടെ വന്നപ്പോൾ ഹി സോ ദ അഗ്ലി ലുക്കിംഗ് സ്റ്റാച്ചു ആൻഡ് എ ഡെഡ് ബേർഡ് അണ്ടർ ദ സ്റ്റാച്ചു. വിരൂപമായ ഈ പ്രതിമയെ കണ്ടു. ആ പ്രതിമയ്ക്ക് താഴെ മരിച്ചു കിടക്കുന്ന ഒരു സ്വാളോ പക്ഷിയെയും കണ്ടു. ഹി ഓർഡേർഡ് ഹിസ് പീപ്പിൾ ടു പുൾ ഡൗൺ ദ സ്റ്റാച്ചു. ആ സ്റ്റാച്ചു അവിടെ നിന്ന് നീക്കം ചെയ്യാൻ അദ്ദേഹം ഉത്തരവിട്ടു. ആൻഡ് ദ സെർവൻസ് ഓഫ് ദ മേയർ കെയിം ദെയർ ആൻഡ് ദേ ത്രൂ അവേ ദ ഡൈഡ് സ്വാളോ. ആ ചത്ത സ്വാളോ പക്ഷിയെ അവർ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആൻഡ് ദേ പുൾഡ് ഡൗൺ ദ സ്റ്റാച്യു ഓഫ് ദി ഹാപ്പി പ്രിൻസ്. ആ രാജകുമാരൻ്റെ പ്രതിമ വലിച്ച് താഴെയിട്ടു. കൂട്ടുകാരെ, ഡിഡ് യു എൻജോയ് ദ സ്റ്റോറി? നിങ്ങൾ കഥ ഇഷ്ടപ്പെട്ടോ? നോക്കൂ, രാജകുമാരൻ യഥാർത്ഥത്തിൽ സന്തോഷമുണ്ടായത് എപ്പോഴാണ്? ദുരിതമനുഭവിക്കുന്നവരെ സഹായിച്ചപ്പോൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളും ഇതുപോലെയാകണം. കഴിയാവുന്നത്രയും മറ്റുള്ളവരെ സഹായിക്കണം. ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുമ്പോൾ
നമുക്ക് ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അത്തരത്തിലുള്ള വലിയ സന്തോഷം അനുഭവിക്കാൻ കൂട്ടുകാർക്കെല്ലാം കഴിയട്ടെ എന്ന ആഗ്രഹത്തോടെ കഥാമൃതത്തിൻ്റെ 3-ാം ദിനം പൂർണ്ണമാകുന്നു.